നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ദിനം ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ. മലയാള സിനിമാ ലോകത്തെ അഭിമാനവും അഹങ്കാരവുമായ പ്രിയ താരത്തിന് 65 വയസ്സ് പൂർത്തിയായിരുന്നു. ഈ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ഒരു സന്തോഷ വാർത്ത ആരാധകർക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. തന്റെ 47 വർഷത്തെ മോഹൻലാലിന്റെ സിനിമാ ജീവിതം പുസ്തകമാക്കുകയാണ്. മുഖരാഗം എന്ന പേരിൽ ഭാനുപ്രകാശാണ് മോഹൻലാലിന്റെ ജീവചരിത്രം എഴുതുന്നത്. സഹപ്രവർത്തകർ നിരവധി പേർ മോഹൻലാലിന് പിറന്നാൾ ആശംസയുമായി അറിയിക്കുന്നുണ്ട്. നടൻ ദിലീപിൻ്റെയാണ് പിറന്നാൾ ആശംസ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രിയ ലാലേട്ടന് ആരോഗ്യവും സന്തോഷവും നേർന്നുകൊണ്ടാണ് ദിലീപിന്റെ ആശംസ. ദിലീപിന്റെ വരാനിരിക്കുന്ന ഫാഫാബായിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ദിലീപും ഒന്നിച്ച് ബിഗ് സ്ക്രീനിൽ എത്താൻ പോകുന്നത്. വർണ്ണപ്പകിട്ട്, 2020, ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നീ സിനിമകളിലാണ് ഇതിനു മുമ്പ് മോഹൻലാലും ദിലീപും ഒന്നിച്ച് അഭിനയിച്ചത്. 1997 വണ്ണപ്പകിട്ട് റിലീസ് ചെയ്യുന്നത്. അന്ന് ദിലീപ് മുൻനിര താരമല്ലായിരുന്നു. 2020, ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നീ സിനിമകൾ വരുമ്പോൾ ദിലീപ് മലയാള സിനിമാ ലോകത്ത് പ്രബല സാന്നിധ്യമായി. അപ്പോഴാണ് ദിലീപ് മോളിവുഡിന്റെ നിയന്ത്രണത്തിൽ തനിക്കുള്ള ശക്തി ഉറപ്പിച്ചത് 2020 എന്ന സിനിമയിലൂടെ തന്നെയാണ്. മുൻനിര താരങ്ങളെല്ലാം അണിനിരത്തി ദിലീപ് നിർമ്മിച്ച് വിതരണം ചെയ്ത സിനിമ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ സീനുകൾക്ക് ഇന്നും ജനപ്രിയം ഏറെയാണ്. 150 ദിവസമാണ് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. 2008 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. 32 കോടി രൂപയായിരുന്നു ആഗോളതലത്തിൽ നിന്ന് ലഭിച്ച കളക്ഷൻ. 2020ക്ക് ശേഷം മൾട്ടിസ്റ്റാർ ചിത്രങ്ങൾ മോളിവുഡിൽ ട്രെൻഡായി മാറി. ഈ സമയത്താണ് ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നീ സിനിമകൾ വരുന്നത്. 2011 ചൈന ടൗണും ക്രിസ്ത്യൻ ബ്രദേഴ്സും റിലീസ് ചെയ്തത്. ചൈന ടൗണിൽ മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നിവർ പ്രധാന വേഷത്തിലെത്തി. നിർമ്മാണം ആശീർവാദ് സിനിമാസ് ആയിരുന്നു. സമ്മിശ്ര പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ചൈന ടൗണിൽ താരം ബോക്സ് ഓഫീസിൽ തുണച്ചു. 7 കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുടക്കുമുതൽ തിരിച്ചുപിടിച്ചു. 13.2 കോടിയാണ് ചൈന ടൗണിന്റെ കളക്ഷൻ. 2011 വിഷു റിലീസായിട്ടാണ് ചൈന ടൗൺ എത്തിയത്. മോഹൻലാൽ, ശരത് കുമാർ, സുരേഷ് ഗോപി, ദിലീപ് എന്നിവരിൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ്. 9 കോടി രൂപയായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ബജറ്റ്. 100 ദിവസം തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചു. 11.35 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടാഴ്ച കൊണ്ട് ചിത്രം നേടിയത്. 2011 ശേഷം മോഹൻലാലും ദിലീപും ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല. എങ്കിലും ഇവരുടെ സൗഹൃദം തുടരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രത്തിലേക്ക് മോഹൻലാൽ കാമിയോ റോളിൽ വരുന്നത്. അന്ന് ദിലീപ് പ്രബലനായിരുന്നെങ്കിൽ ഇന്ന് നടന് പഴയ താരത്തിളക്കമില്ല. തുടരെ വന്ന പരാജയങ്ങൾക്കിടയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ മാത്രമാണ് നടന് ആശ്വാസമായത്. അടുത്തിടെ ഫിൽബീറ്റ്സ് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിരുന്നു. ആരാണ് മലയാളത്തിൽ മോഹൻലാൽ ഫാൻ അല്ലാത്തത്? നമ്മുടെ എല്ലാവരുടെയും അഭിമാനമല്ലേ ലാലേട്ടൻ, മമ്മൂക്ക എന്നിവർക്ക് ശേഷം മറ്റുള്ളവർ വന്നത്. സുരേഷേട്ടൻ, ജയറാമൊക്കെ നമ്മളൊക്കെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. പണ്ട് വളരെ ദൂരത്ത് നിന്ന് ഒക്കൊപ്പം പിന്നീട് ഒരുമിച്ച് വർക്ക് ചെയ്യാനായി അദ്ദേഹവുമായി ഇടപഴകാൻ പറ്റി. ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ്.